നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ശ്രീരാമചന്ദ്ര ഭഗവാനെ സ്വാമി ശരണമയ്യപ്പ. ഇക്ഷ്വാകുവിൻ്റെ വംശത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങി. ശുഗമഹർഷി രാമകഥ ചുരുക്കി 2 അധ്യായങ്ങളിൽ പറയണു. ഭഗവാൻ രണ്ടാധ്യായങ്ങളിലായിട്ട് രാമകഥ പറയണു. നാരായണീയത്തിലും 2 അധ്യായങ്ങളിലായിട്ടാണ്, 2 ദശകങ്ങളായിട്ടാണ് പറഞ്ഞത്. ശ്രീരാമൻ്റെ ചരിത്രം മനുഷ്യവംശത്തിലുണ്ടായിട്ടുള്ള എല്ലാ കഥകളിലും വെച്ചിട്ട് ഏറ്റവും പ്രചാരമുള്ള കഥയാണ്. പിന്നെ അത്രയും പ്രചാരമുള്ള കഥ നളചരിത. ഏത് രാജ്യത്തും മിക്ക കിഴക്കൻ രാജ്യങ്ങളിലും രാമായണം പോലെ തന്നെ നളചരിതവും പ്രചരിച്ചിട്ടുണ്ട്. രാമായണത്തിൻ്റെ തത്വാർത്ഥം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പണിയല്ല. കാരണം വ്യാസമഹർഷിക്ക് എങ്ങനെയാണോ സമാധിയിൽ ഭാഗവതം തോന്നിയത്, അതേപോലെ സമാധിയിൽ തോന്നിയതാണ് രാമായണം വാൽമീകി. അവിടെയും നാരദനാണ് കാരണം. ആരാണ് ഏറ്റവും ധർമ്മവാൻ എന്ന് ചോദിച്ചിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണതിൻ്റെ ഉത്തരമായിട്ടാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നും പറഞ്ഞിട്ട് ദശരഥൻ്റെ മകൻ രാമൻ നീ ചോദിച്ച ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരത്തിനുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആദ്യ രാമകഥ നാരദ മഹർഷി ചുരുക്കി പറഞ്ഞു കൊടുക്കണേനാണ് വാൽമീകി വിപുലീകരിച്ചത്. അതെങ്ങനെയാണ് വിപുലീകരിച്ചത്? സമാധിയിലിരുന്നിട്ട് കണ്ടതാണ് വിപുലീകരിച്ചത്. അതുകൊണ്ട് വാസ്തവത്തിൽ രാമായണത്തിനും അതൊരു ഹിസ്റ്റോറിക്കൽ ബുക്കോ എന്താ പറയുക, ഒരു പൊളിറ്റിക്കൽ സാഗയോ ഒന്നുമല്ല. മഹാഭാരതം പോലെയല്ല അത്. മഹാഭാരതത്തിന് പോലും സിംബോളിസം ഉണ്ട്. രാമായണത്തിന്, ഭാഗവതത്തിന് എത്രമാത്രം അന്തരാർത്ഥമുണ്ടോ അത്രയും തന്നെ ഉണ്ട്. ഭാഗവതത്തിൽ പക്ഷെ വിസ്തരിച്ചിട്ടൊന്നും പറയുന്നില്ല, വളരെ ചുരുക്കിയാണ് പറയണത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗവതം പരമഹംസ സംഹിതയാണ്. അപ്പോൾ ഈ പരമഹംസ സംഹിതയുടെ അകത്ത് പരമഹംസനാൽ പറയപ്പെട്ടിട്ട് നമ്മളെയൊക്കെ പരമഹംസനാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥമായതുകൊണ്ട് അതിൽ കപിലൻ, ജഡഭരതൻ, പ്രഹ്ലാദൻ, അംബരീഷൻ ഇങ്ങനെയുള്ള പരമഹംസന്മാരെയൊക്കെ വിസ്തരിച്ച് വർണ്ണിച്ചിട്ട് ഭഗവാന്റെ ഒരു പരമഹംസ അവതാരം തന്നെയായിട്ടുള്ള ശ്രീരാമപരമഹംസൻ്റെ കഥയാണ് പറയുന്നത്. ശ്രീരാമനെ പരമഹംസനായിട്ടാണ് ശരിക്കും ഭാഗവതം അവതരിപ്പിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മൾ പഠിച്ചിട്ടുള്ള ഓർഡറിലല്ല അവതാരങ്ങൾ വരുന്നത് ഭാഗവതത്തിൽ. നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു എവല്യൂഷണറി ഓർഡറിലാണ്, മത്സ്യം, കൂർമ്മം, വരാഹം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ തത്വാർത്ഥം വെച്ചിട്ട് വരുമ്പോൾ ഏത് ഓർഡറിലാണോ വരേണ്ടത് അതിനനുസരിച്ച് നോക്കൂ. ഇതിന് തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള പരശുരാമാവതാരം ഇനിയാണ് വരാൻ പോകുന്നത്, അത് വന്നിട്ടില്ല. അപ്പോൾ ഭാഗവതത്തിൻ്റെ ഉള്ളിൽ ഇത് കഥ പറഞ്ഞ് തീർക്കാൻ വേണ്ടിയിട്ട് കുറേ ലിസ്റ്റ് ഇട്ടിട്ട് ഇത്ര ഉണ്ടല്ലേ, മറന്നുപോയോ എന്നാൽ ഇതും കൂടെ, അങ്ങനെയല്ല, ഒരു ക്രമത്തിൽ അത് പറഞ്ഞു വരികയാണ്. അപ്പോൾ രാമൻ പരമഹംസനാണെന്നാണ് സങ്കല്പം ഭാഗവതത്തിൻ്റെ. ആ പരമഹംസൻ്റെ ചരിത്രം പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നു. ആരാണ് പരമഹംസൻ എന്ന് ചോദിച്ചാൽ, ഹംസൻ എന്ന് വിളിക്കാനുള്ള കാരണം പാലിൻ്റെ അകത്തുനിന്ന് പാലിനെയും വെള്ളത്തിനെയും വേർതിരിക്കാൻ കഴിയുന്നതാണ് ആരണ്യത്തിന്, ഹംസത്തിന്. അതുപോലെ പ്രപഞ്ചത്തിലെ ജീവിതത്തിൽ ബ്രഹ്മത്തെയും മായയെയും വേർതിരിക്കാൻ കഴിവുള്ളവനെ പരമഹംസൻ എന്ന് വിളിക്കും. ശ്രീരാമൻ ശരിക്ക് അതിൽപ്പെട്ട ആൾ തന്നെയായിരുന്നു. അപ്പോൾ ഭഗവാനെ എങ്ങനെയാണോ, കൃഷ്ണനെ നമ്മൾ ചില ചർച്ചകൾ നടത്തുമ്പോൾ പറയില്ലേ, ഭഗവാൻ എന്നുള്ളത് മാറ്റി വെച്ചിട്ട് മനുഷ്യനായിട്ട് നോക്കൂ, അപ്പോഴാണ് നമുക്ക് അദ്ദേഹം കൂടുതൽ പ്രചോദനം തരിക. ഭഗവാനെ മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രചോദനം കിട്ടും. അതേപോലെ ശ്രീരാമസ്വാമിയും അങ്ങനെ നോക്കേണ്ടതാണ്. അതായത് ഓരോ ജീവൻ്റെയും കടമ എന്ന് പറയുന്നത് നമ്മൾ ഏത് വിധത്തിലായിരിക്കണം എന്ന് ആദ്യം തീരുമാനിച്ചിട്ട് വേണത്രേ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ. അറ്റ്ലീസ്റ്റ് നമ്മുടെ കുട്ടികൾക്കെങ്കിലും നമ്മൾ ഇനി അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഇന്ന് അംബീഷൻ എന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുക്കുക. എന്താവണം? ഡോക്ടറാവണം, എന്താവണം? എൻജിനീയർ ആവണം, ഇതാണ് പഠിപ്പിക്കുന്നത്. അതല്ല, എന്തായി തീരണം എന്നുള്ളതനുസരിച്ചിട്ടാണ് ജീവൻ്റെ ഭാഗതയും വരുന്നത്. അതിന് എന്തായി തീരണം എന്നുള്ളതിന് ശരിക്ക് നമുക്ക് എല്ലാവർക്കും ആത്യന്തികമായിട്ട് ഒരേ ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിനെയാണ് നമ്മൾ ഇത്രയും ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ കാരണം കൊണ്ടാണ് പഴയ കാലത്തെ ഗ്രന്ഥങ്ങളിലൊന്നും ഭൂമിശാസ്ത്രത്തിനോ ചരിത്രത്തിനോ ആചാര്യന്മാർ പ്രാധാന്യമേ കൊടുത്തു കാണില്ല ഭാരതത്തിൽ. ഇപ്പം നമുക്ക് 11-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 8-ാം നൂറ്റാണ്ടിലോ ജീവിച്ചിരുന്ന ഒരു ഇംഗ്ലീഷ് നൈറ്റിൻ്റെ, ഒരു പ്രഭുവിൻ്റെ വേണമെങ്കിൽ ചരിത്രം കിട്ടും. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും കിട്ടുമോ? കിട്ടില്ല. കാരണം മനഃപൂർവ്വം ആചാര്യന്മാർ എഴുതി വെക്കണം. അവർക്ക് ലിഖിത വിദ്യ അറിയാനായിട്ടൊന്നുമല്ല, അവരതിന് പ്രാധാന്യം കൊടുത്തില്ല. കാരണം ഭേദബുദ്ധി ഉണ്ടാക്കുന്ന വിവരങ്ങളാണ് ഭൂമിശാസ്ത്രമാണെങ്കിലും ചരിത്രമാണെങ്കിലും എന്നുള്ളതാണ് അതിൻ്റെ കാരണം. സെക്ടേറിയനിസം ഉണ്ടാക്കും, ഡിവൈസീവ്നെസ് ഉണ്ടാക്കും. അതുകൊണ്ട് അത് എഴുതി വെച്ചില്ല എന്നുള്ളതാണ്. ആ തത്വത്തിൻ്റെ അടിസ്ഥാനം തന്നെ തത്വമസി എന്ന് നമ്മൾ മഹാവാക്യം പറഞ്ഞു.
അത് പറഞ്ഞ അത് നീ ആകുന്നു എന്നാണ്, നീ ഭഗവാനാകുന്നു എന്നാണ് പറയണത്. നീ ഭഗവാനാകും എന്നല്ല പറയണത്. ഒന്നല്ലാത്തത് വേറൊന്നാവെന്ന് പറയണില്ല. നീ ഓൾറെഡി ആണ്. അതിൻ്റെ ആവരണം ഒന്ന്, ആ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് കളഞ്ഞാൽ മതി. നമ്മളെ കവർ ചെയ്തിരിക്കുന്ന പാക്കറ്റ് പൊട്ടിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാമായണത്തിനെ നമ്മൾ നോക്കിക്കാണേണ്ടത് ഈ അർത്ഥത്തിലാണ്. ബ്രഹ്മവിദ്യയായിട്ട് തന്നെയാണ് രാമായണത്തിനെയും നോക്കിക്കാണേണ്ടത്. അത് രാമായണത്തിനെ വാസ്തവത്തിൽ നന്നായി മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ശുഗമഹർഷി ഇതിൽ തരുന്നത്. രാമായണ കഥയൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാം. രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം തന്നെയാണ്, ബ്രഹ്മജ്ഞാനാണ് രാമൻ. ആ രാമന് പത്നീഭാവത്തിൽ ശക്തിയായിട്ട് വരേണ്ടത് ഈ സ്വരൂപത്തിനെ തിരിച്ചറിയാനുള്ള ശക്തിയാണ്. നമുക്ക് ചുമ്മാ കയറിയിട്ട് അങ്ങോട്ട് നമ്മുടെ സ്വരൂപത്തിനെ തിരിച്ചറിയാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഉപാസനയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം വേണം നമുക്കതിനും, ആ ഉപാസന സഫലമാവുന്നതിന്. ആ അനുഗ്രഹത്തിൻ്റെ ശക്തിയാണ് സീത, ആ അനുഗ്രഹ ശക്തിയാണ്. അപ്പോൾ സാധാരണ മനുഷ്യരുടെ ജനനം പോലെയല്ലല്ലോ സീത ജനിക്കുന്നത്. ജനക മഹാരാജാവ് യജ്ഞത്തിന് വേണ്ടിയിട്ട് ഭൂമി ഉഴുതപ്പോൾ ഭൂമിയിൽ നിന്ന് കിട്ടിയ കുട്ടിയാണ് സീത. കലപ്പയുടെ പേരിൽ അവൾക്ക് ആ പേര് കിട്ടുന്നത്, അമ്മയ്ക്ക്. അപ്പോൾ മനുഷ്യർ അവരവരുടെ കർമ്മം യജ്ഞരൂപത്തിൽ ഭഗവാന് സമർപ്പിക്കുക. നമ്മൾ ഏത് കർമ്മം ചെയ്യുന്നതും ഭഗവാന് സമർപ്പിച്ചാൽ അത് യജ്ഞമായി. ജപത്തിനെ സമർപ്പിക്കുമ്പോൾ ജപയജ്ഞം, സമർപ്പിക്കാത്ത ജപം യജ്ഞമല്ല. ഇതുമാതിരി നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും, ഒരു നല്ലൊരു പ്രവൃത്തി ചെയ്താലും ഒരു മോശം പ്രവൃത്തി ചെയ്താലും എന്താണെങ്കിലും അതിൻ്റെ ഫലത്തെ മുഴുവൻ ഭഗവാനിലേക്ക് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി യജ്ഞസ്വരൂപമായി തീരും. അപ്പോൾ ആ യജ്ഞരൂപത്തിൽ നമ്മുടെ കർമ്മത്തെ ഭഗവാൻ അർപ്പിച്ചിട്ട് അത് പ്രകാരം നമ്മുടെ ശരീരമാകുന്ന ഭൂമിയെ ഉഴുതാൽ, അതായത് നമ്മുടെ ശരീരത്തിനെ ഉപാസനയിൽ കൂടെ സ്ഫുടമാക്കിയെടുത്താൽ, അഗ്നിശുദ്ധി വരുത്തണ പോലെ വ്രതങ്ങൾ അനുഷ്ഠിച്ചിട്ടും നമ്മൾ സുഖസൗകര്യങ്ങളെയൊക്കെ ത്യജിച്ച് ശരീരത്തിന് ബേസിക്കായിട്ടുള്ള നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് ഇന്ദ്രിയങ്ങളെ അടക്കി, അതായത് സ്പർശന സുഖം, നിദ്രാസുഖം, ഇങ്ങനെയുള്ള സകല ഭക്ഷണസുഖം ഇതൊക്കെ നിരാകരിച്ച് പൂർണ്ണമായിട്ട് ഉപാസന ചെയ്യുമ്പോൾ അതാണ് ഉഴുക. ഭൂമി ഉഴുക എന്ന് പറഞ്ഞാണ് കൂത്തി ഇളക്കി മറിക്കുക. നമ്മൾ ഇതുവരെ സുഖിച്ച് കംഫർട്ട് സോണിൽ ഇരുന്നതിനെയൊക്കെ മാറ്റി നമ്മളിരിക്കുന്ന ബോട്ട് റോക്ക് ചെയ്യുക പറയും മോട്ടിവേഷൻ ട്രെയിനേഴ്സ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വഞ്ചിയെ പിടിച്ച് കുലുക്കണത്ര, അപ്പോഴത്ര നമ്മൾ പുതുതായിട്ട് ഉള്ള കാര്യങ്ങളിലേക്കുള്ളൂ. അവിടെ ബോട്ട് കുലുക്കുക എന്നുള്ളതിന് പകരം വാൽമീകി ഭൂമിയെ ഉഴുക എന്ന് പറഞ്ഞു. ശരീരം, ക്ഷേത്രം, കൃഷിയിടം എന്ന് പറഞ്ഞാലും ശരീരം എന്ന് പറഞ്ഞാലും ഒറ്റ വാക്കുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ക്ഷേത്രം, ക്ഷതം സംഭവിക്കുന്നത് ക്ഷേത്രം, അതാണ് ക്ഷേത്രം. നമ്മൾ തന്ത്രത്തിലും പറയും വിത്തിട്ട് മുളപ്പിച്ചെടുക്കേണ്ട സ്ഥലം ആണ് ക്ഷേത്രം. അതുകൊണ്ടാണ് കലശത്തിനൊക്കെ മുള വയ്ക്കുന്നത്. കണ്ടിട്ടില്ലേ? മുളയേറ കണ്ടിട്ടില്ലേ? അതിൽ ചൈതന്യത്തെ വളർത്തുകയാണ്. അപ്പോൾ ആ ശരീരരൂപിയായിട്ടുള്ള ഭൂമിയെ ഉഴുത, അതിൽ നിന്ന് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ശരീരത്തിനെ വെച്ചിട്ട് വേണം ഭഗവാനെ സാക്ഷാത്കരിക്കാനുള്ള ശക്തിയെ നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് കണ്ടെത്താൻ. ആ കണ്ടെത്തിയാൽ സീതയെ കിട്ടിയെന്ന് പറയാം. ആ ഉഴുതുമറിക്കലിൽ, ആ ഉപാസനയുടെ തീവ്രതയിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ സീതയെ ലഭിക്കും. ഈ സീത ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് ത്രയംബകത്തിനെടുത്ത് കളിച്ചിട്ടുണ്ട്. ഭഗവാനെ അറിയാനുള്ള സ്വരൂപജ്ഞാനത്തിന് ത്രിഗുണസ്വഭാവമുള്ള ത്രയംബകത്തിനെടുത്ത് കളിക്കാൻ പറ്റും. ത്രയംബകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്വ രജ തമോ ഗുണങ്ങളാണ്. അതുകൊണ്ടാണ് ത്രയംബകം യജാമഹേ എന്നാണ് പറയണത്. നമ്മൾ ഏതിൽ? മൃത്യുഞ്ജയ മന്ത്രത്തിൽ. സന്ധ്യ ആയതുകൊണ്ട് ഞാൻ ചെല്ലുന്നില്ല മുഴുവൻ. അപ്പോൾ ത്രയംബകം വില്ലെടുത്ത് കളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ജനകൻ അത് കണ്ട് ആശ്ചര്യപ്പെട്ടു. ഭഗവാൻ കൊലച്ചിരുന്ന വില്ല് അദ്ദേഹത്തിനൊന്നും എടുത്ത് പോക്കാൻ പോലും പറ്റില്ല. ഈ കൊച്ചുകുട്ടി എങ്ങനെ എടുത്ത് കളിക്കണമെന്ന് ആലോചിച്ചു. അന്നാ തീരുമാനിച്ച് ഇതെടുത്ത് കൊലയ്ക്കാൻ പറ്റുന്നവനെ ഇവൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുള്ളൂ. അങ്ങനെ തീരുമാനിക്കും. ബ്രഹ്മസത്ത കൊണ്ട് മാത്രമേ മായയെ ഭഞ്ചിക്കാൻ പറ്റുള്ളൂ. കാരണം മായയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്വരൂപശക്തി ഉണ്ട്. അപ്പോൾ അവൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ജ്ഞാനത്തിനെ കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മായ ബ്രേക്കാവും. അവിടെ വില്ല് മായാസ്വരൂപിയാണ്, ത്രിഗുണസ്വരൂപമാണ്, സത്വ രജസ്തമം. അതുകൊണ്ടാണ് അതിന് ത്രയംബകം എന്ന് പേര്. ഭഗവാന്റെ 3 കണ്ണുകളിൽ കൂടി ഭഗവാൻ അതിനെ ആകിരണം ചെയ്തിട്ട് നശിപ്പിച്ച് കളയുന്നുണ്ട്. അതുകൊണ്ടാണ് മുക്കണ്ണൻ എന്നുള്ള അർത്ഥത്തിലും ത്രയംബകം എന്ന് നമ്മൾ പറയണത്. അത് ശിവൻ്റെ കൂടെ രഹസ്യമാണ് ശരിക്കും. മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ അടുത്തെത്തി നമ്മളിപ്പോൾ പറഞ്ഞിട്ട്. സീതയുടെ കഥ പറയുമ്പോൾ മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ വ്യാഖ്യാനം താനെ അവിടെ സംഭവിക്കും. അപ്പോൾ ബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ശ്രീരാമന് മാത്രമേ ആ വില്ല് വളയ്ക്കാൻ പറ്റുള്ളൂ. അതിന് മുൻപ് തന്നെ, ഈ വില്ല് വളയ്ക്കാൻ മുൻപ് വരണതിന് തന്നെ ഈ ബ്രഹ്മസത്തയ്ക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മായാരൂപത്തിലുള്ള വില്ല് വളയ്ക്കാൻ വരണതിന് മുമ്പ് കൺഫ്യൂഷൻസിനെയൊക്കെ ഇല്ലാണ്ടാക്കണം. കൺഫ്യൂഷൻസ്
അതായത് കുറച്ച് ഇവിടെ കുഴിക്കുക, കുറച്ച് അവിടെ പോവുക, കുറച്ച് അത് പോയി പഠിക്കുക, കുറച്ച് ഇത് ചെയ്യുക. ഇതാണ് യജ്ഞത്തിന് തടസ്സം ഉണ്ടാക്കുന്നത്. ആരാപ്പോൾ കൺഫ്യൂഷൻ? ഭ്രാന്തി എന്ന് പറയും സംസ്കൃതത്തിൽ. ഭ്രാന്തി തന്നെ, മലയാളത്തിലെ ഭ്രാന്തി തന്നെ. ഭ്രാന്തി രൂപേണ സംസ്ഥിത നമസ്തസ്മൈ 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 നമോ. പക്ഷെ ആ ഭ്രാന്തി നെഗറ്റീവ് ഫോഴ്സാണ്. അതാണ് താടക. നമുക്കുണ്ടാവുന്ന കൺഫ്യൂഷൻ. വിശ്വാമിത്രൻ, വിശ്വത്തിന് മുഴുവൻ സുഹൃത്തായിരിക്കുന്നവൻ, ഗായത്രിയുടെ ദ്രഷ്ടാവായിട്ടുള്ള ഋഷി, പ്രപഞ്ച നന്മയ്ക്കായിട്ട് ചെയ്യുന്ന യജ്ഞത്തിന് ആരാ വന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്? ഭ്രാന്തി. ആ ഭ്രാന്തി രൂപിയായിട്ടിരിക്കുന്ന താടകയാണ് ആദ്യം. അപ്പം നമ്മൾ ഏത് സാധകനും ബ്രഹ്മത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുമ്പോൾ ആദ്യം നമ്മുടെ കൺഫ്യൂഷൻസിനെ ഇല്ലാണ്ടാക്കാൻ ഒരു ഗുരുവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. ആ ഗുരുവിൻ്റെ ആജ്ഞ പാലിച്ചിട്ട് അദ്ദേഹം പറയണത് ചെയ്തു കഴിഞ്ഞാൽ ഈ ഭ്രാന്തിയെ നശിപ്പിക്കാൻ സാധിക്കും. അത് നോക്കൂ, 12 വയസ്സ്, മൂലാധാരം സ്വാധിഷ്ഠാന ചക്രങ്ങളും കൂടുതൽ ആക്റ്റീവ് ആവണതിന് മുമ്പാണ് നടക്കുന്നത്. പ്രായപൂർത്തിയായിട്ടില്ല രാമന്. ശരിക്കും വിവാഹം നടക്കുന്ന കാലത്ത് തന്നെ അമ്മയ്ക്ക് 5 വയസ്സാണ്. 5-6 വയസ്സുള്ളൂ സീതയ്ക്ക് വിവാഹം നടക്കുമ്പോൾ. ഈ 5 വയസ്സുള്ള താഴെയുള്ള കുട്ടിയാണ് ഈ ത്രയംബകെടുത്ത് കളിച്ചിരുന്നു എന്ന് പറഞ്ഞു. 5 വയസ്സ് ബാലാസ്വരൂപ, ബാലയാണ്, ത്രിപുരബാലയാണത്. 5 വയസ്സെന്ന് പറഞ്ഞാൽ ബാലയായിരിക്കും, ഉറപ്പാണ്. അപ്പോൾ പരാശക്തി ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഫാമിലി ദേവിയാണല്ലോ അച്ഛനെ കാണിച്ചു തരുന്നത് നമുക്ക്. ഞാൻ പറയാറില്ലേ, മഹാദേവനിലേക്ക് എവിടേക്കും പോയിരിക്കുള്ളൂ, നമ്മുടെ അടുത്തേക്ക് വരൂ, മക്കളുടെ അടുത്ത് പോവാം, വരൂ, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുമ്പോൾ അച്ഛനെ വിളിച്ചുകൊണ്ട് വരുന്നത് അമ്മയാണ് എപ്പോഴും. അല്ലെങ്കിൽ അച്ഛൻ നമ്മളെ തിരിഞ്ഞു പോലും നോക്കില്ല. ആത്മാവിന് എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അത് പരാശക്തി തന്നെയാണ്. ആ പരാശക്തിയുടെ സ്വരൂപമായിട്ടാണ്, പരാശക്തിയാണ് ബ്രഹ്മത്തെ കാണിച്ചു തരുന്നത്. പരാശക്തി ഉപാസിക്കേണ്ടത് ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അമ്മയെ സ്വരൂപശക്തി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബ്രഹ്മജ്ഞാനം രാമൻ്റെ രൂപമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആരാ ലക്ഷ്മണൻ? ലക്ഷ്മണൻ വിവേകമാണ്. ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയാനുള്ള മാർഗം കറക്റ്റാണോ അല്ലയോ എന്ന് സദാ ജാഗരൂകനായിട്ടാണ് ലക്ഷ്മണൻ. ഊണും ഉറക്കമില്ലാത്തത്. വിവേകത്തിന് ഉറങ്ങാൻ സമയമില്ല. ലക്ഷ്മണൻ്റെ വേറൊരു ഭാവമാണ് ശ്രദ്ധ. അത് ഞാൻ 2 ദിവസം മുന്നേ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ലക്ഷ്മണൻ ശ്രദ്ധയും വിവേകവും ചേർന്നായിരിക്കും എപ്പോഴും. 2 ഗുണങ്ങൾ അദ്ദേഹത്തിൽ. വിവേകത്തിന് ഊണും ഉറക്കില്ല. അതുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനത്തിനെ സദാ സംരക്ഷിക്കാൻ, ബ്രഹ്മജ്ഞാനത്തിനെയും ബ്രഹ്മജ്ഞാനം ലഭിക്കാനുള്ള സ്വരൂപശക്തിയും സദാ അവർ റൂമിൽ കിടന്നുറങ്ങുമ്പോൾ പുറത്ത് കാവൽ നിൽക്കുകയാണ്. വിവേകം സദാ കാവൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഊണുമില്ല ഉറക്കില്ല. അദ്ദേഹം 14 കൊല്ലം ഉറങ്ങിയിട്ടില്ല, മര്യാദയ്ക്ക് ഭക്ഷണവും കഴിച്ചിട്ടില്ല. എന്നിട്ടും തൻ്റെ ശക്തി തൻ്റെ ഉള്ളിൽ തന്നെ സംഭരിച്ചിട്ടാണ് നിന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യസാധ്യമായിട്ടുള്ള കാര്യമില്ല. അത് തത്വാർത്ഥത്തിൽ മനസ്സിലാക്കുക. ഇനി ശത്രുഘ്നൻ ആരാ? നല്ല കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള വിചാരശക്തിയാണ് ശത്രുഘ്നൻ. നല്ല വിചാരങ്ങൾ ഉണ്ടാക്കുന്നവനാണ് ദുഷിച്ച വിചാരങ്ങളുടെ അന്തകൻ. അതുകൊണ്ട് ശത്രുഘ്നൻ, ശത്രുക്കളെ നശിപ്പിക്കണം. അകത്ത ദുഷ്ടവിചാരങ്ങളാണ് ഏറ്റവും മോശമായിട്ടുള്ള ശത്രുക്കൾ. അതുകൊണ്ടാണ് സ്വാമിയുടെ രേവന്തമൂർത്തിയുടെ ധ്യാനത്തിൽ സാധാരണ ചെല്ലുന്ന അശാമകോള, അത് നമ്മുടെ രേവന്തമൂർത്തിയുടെ ധ്യാനത്തിൽ വരും. രാഗദ്വേഷാദി നാനാവിധ മൃഗപടലി ഭീതികത് ഭൂതഭർത്ത കുർവന്നാഘേടലിയിലെ പരിലസ്തു മനക്കാനനയും ആവകീനെ എന്ന് പറയും. അതായത് എൻ്റെ മനസ്സിലുള്ള ദുഷ്ടമൃഗങ്ങളാകുന്ന ദുഷ്ചിന്തകളെ യഥേഷ്ടം വേട്ടയാടിക്കോ ശാസ്താവേ എന്നാണ് പറയണത്. കിരാതമൂർത്തിയാണെങ്കിലും ശാസ്താവാണെങ്കിലും ഒക്കെ ഈ വേട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സാകണ കാട്ടിൽ, മനക്കാനനെ മാമകീനെ എന്നാണ്, എൻ്റെ മനസ്സാകണ കാട്ടിലെ ദുഷ്ചിന്തകളെ വേട്ടയാടിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ വേട്ടയാടലിൻ്റെ ലക്ഷ്യം തന്നെ ദുഷ്ചിന്തകൾ ഇല്ലാണ്ടാക്കണം. അപ്പോൾ ദുഷ്ചിന്തകൾ ഇല്ലാണ്ടാക്കണവൻ ശത്രുഘ്നൻ. അതുകൊണ്ട് ശത്രുഘ്നൻ നമ്മുടെ വിചാരശക്തിയാണ്. നല്ലത് തീയതെന്ന് തിരിച്ചറിയാനുള്ള വിവേകം വർക്ക് ചെയ്യണത് വിചാരത്തിൻ്റെ ഭാവം. വിവേകവും വിചാരവും എപ്പോഴും ഒന്നിച്ചേ വരുള്ളൂ. അതുകൊണ്ടാണ് അവർ ഇരട്ടകളായത്. വിവേകവും വിചാരം കൊണ്ട് വേണം വിവേകം നിലനിർത്താൻ. വിവേകം കൊണ്ടേ വിചാരത്തിന് മൂർച്ച കിട്ടുള്ളൂ. അതുകൊണ്ട് ഇവരൊപ്പം നിൽക്കും, ഒന്നിച്ച ജനനം അവരുടെ. പക്ഷേ വിവേകത്തിന് ബ്രഹ്മജ്ഞാനത്തിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുള്ളതുകൊണ്ട് രാമൻ്റെ കൂടെ ഒട്ടി. അപ്പോൾ ആരാ ഭരതൻ? ഭരതൻ വൈരാഗ്യമാണ്, വിരാഗതയാണ്. ഭരതൻ്റെ ജീവിതം മുഴുവൻ കണ്ടറിയാം. നേരത്തെ ഇപ്പം നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ ഗോമൂത്ര എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം പറഞ്ഞു. ബാർലി ഗോമൂത്രത്തിൽ മുക്കി അത് തിളപ്പിച്ച് വേവിച്ചിട്ടാണ് ഏട്ടൻ തിരിച്ചു വരണവരെ ഭക്ഷണം കഴിച്ചിരുന്നത്. എന്നിട്ട് ജടാവൽക്കലങ്ങളും ധരിച്ചിട്ടാണ് ഈ ഗ്രാമത്തിൽ ഈ മരിയടിയും വെച്ച് പൂജ കഴിച്ചുകൊണ്ടിരുന്നത്. 14 കൊല്ലം ചേട്ടൻ അനുഭവിച്ചതിനെക്കാട്ടിലും കൂടുതൽ വലിയ തീവ്രവ്രതമാണ് ഭരതൻ ചെയ്യുന്നത്. അപ്പോൾ ഭരതൻ എന്നുള്ള വാക്ക് ആചാര്യന്മാർ പറയണു, ഭരതൻ എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൽ കളിക്കണമെന്നാണ് അർത്ഥം. നമ്മൾ പൊതുവായി പറയുമെങ്കിലും ഭരതൻ്റെ കാര്യത്തിൽ ഭക്തിയിൽ രമിക്കണവൻ എന്നർത്ഥം കൊടുക്കണം എന്നാണ് ആചാര്യന്മാർ പറയണത്. അപ്പോൾ വൈരാഗ്യസ്വരൂപിയാണ് ഭരതൻ. അപ്പോൾ വൈരാഗ്യത്തിൻ്റെ ഒപ്പമാണ് വിചാരം നിൽക്കേണ്ടത്. കാരണം വിചാരിച്ചിട്ട് വേണം വൈരാഗ്യം ഉണ്ടാക്കാൻ. ഇതിനോട് ഞാൻ അറ്റാച്ച്ഡ് ആവരുത്, ഇതിനോട് ഞാൻ അറ്റാച്ച്ഡ് ആവരുത്, ഇതിനോട് ഞാൻ അറ്റാച്ച്ഡ് ആവരുത്.
കർമ്മം ഭഗവാന് വേണ്ടി ചെയ്യണം, കർമ്മം ഭഗവാന്. അതുകൊണ്ടാണ് ഭരതനും ശത്രുഘ്നും എപ്പോഴും ഒന്നിച്ചാണ്, ബ്രഹ്മജ്ഞാനവും വിവേകവും എപ്പോഴും ഒന്നിച്ചാണ്, രാമനും ലക്ഷ്മണനും ഒന്നിച്ചാണ്. അപ്പം രാമായണം പുതിയ ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? അതോ ഞാൻ സമയം കളയാണോ നിങ്ങളുടെ? അല്ലല്ലോ, ഒരു അരപ്പ. അപ്പോൾ ഈ വിധത്തിൽ ഉള്ള ബ്രഹ്മജ്ഞാനം, വിവേകം, വിചാരം, വൈരാഗ്യം, ക്രമത്തിൽ പറഞ്ഞ ബ്രഹ്മജ്ഞാനം, വൈരാഗ്യം, വിവേകം, വിചാരം, ഇവർ 4 പേരും എവിടെ നിൽക്കുന്നോ അവിടെ കലഹമില്ല, യുദ്ധമില്ല. അയോധ്യ, അവിടെ കലഹമില്ല, അയോധ്യയിൽ തീരും. ഈ 4 ഗുണങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് കലഹം ഉണ്ടാവില്ല. അതുകൊണ്ടത് അയോധ്യ. പക്ഷെ വൈരാഗ്യരൂപിയായിട്ടുള്ള ഭരതനും വിചാരരൂപിയായിട്ടുള്ള ശത്രുഘ്നും അമ്മാവൻ്റെ വീട്ടിൽ പോയി. അപ്പം പണി പറ്റി. അപ്പോൾ അയോധ്യയിൽ കലഹം ഉണ്ടായി. വൈരാഗ്യവും വിചാരവും പോയാൽ വിവേകത്തിനും ബ്രഹ്മജ്ഞാനത്തിനും അവിടെ പിന്നെ നിൽക്കാൻ പറ്റില്ല. അവർ തൽക്കാലത്തേക്ക് ഒന്ന് അമ്മാവൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ജീവൻ്റെ രൂപമാകണ ദശരഥൻ വിഷയരൂപിണിയായിട്ടുള്ള കൈകേയിയുടെ വാക്കുകളിൽ പെട്ടിട്ട്, അവൾക്ക് പണ്ട് കൊടുത്തവരിൽ പെട്ടിട്ട് ജ്ഞാനത്തിനും വിവേകത്തിനും വനത്തിലേക്ക് അയച്ചു. പിന്നെ അവിടെ ഇത് നിൽക്കാൻ സാധിക്കില്ല. മാത്രമല്ല അതോടുകൂടിയിട്ട് ആ ജീവൻ്റെ നാശ. പിന്നെ വൈരാഗ്യവും വിചാരവും സ്ഥലത്തില്ല, വിവേകവും പോയി, ബ്രഹ്മബുദ്ധിയും പോയി. പിന്നെ ആ ജീവൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഈ വിഷയത്തിൽപ്പെട്ട് നശിക്കുകയുള്ളൂ. അതുകൊണ്ട് കൈകേയി വിഷയരൂപിണിയാണ്. കാരണം കൈകേയിയോടാണ് ഏറ്റവും ഇഷ്ടം. ശ്രദ്ധിച്ചോ, വിഷയത്തിനോടാണ് ജീവൻ ഏറ്റവും ഇഷ്ടം. കൗസല്യയോടോ ഇവരോടല്ല. കൗസല്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുശലതയാണ്, ഒരു കാര്യം ചെയ്യുന്നതെല്ലാം മിടുക്ക്. കൗസല്യ ഏറ്റവും മികച്ച ഗൃഹനാഥയായിരുന്നു എന്ന് പറഞ്ഞാൽ അറിഞ്ഞറിഞ്ഞ് ഭർത്താവിന് വേണ്ടതും അതിഥികൾക്ക് വേണ്ടതും പ്രജകൾക്ക് വേണ്ടതും ചെയ്തു കൊടുക്കണം. കുശലതയുള്ളവൾ കൗസല്യ എന്നാണ്. അപ്പോൾ രാജാവിന് ജീവന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് പട്ടമഹിഷി. കാരണം ഇല്ലെങ്കിൽ എങ്ങനെ ജീവിതത്തിൽ സന്ധാരണം നടക്കും, എങ്ങനെ നമ്മൾ ജീവിക്കും? കുശലത വേണം, സ്കില്ലില്ലെങ്കിൽ നമ്മൾ ഇരിക്കപ്പെണ്ടായി പോകും. പക്ഷെ നമുക്ക് ആരോടാ താല്പര്യം? സ്കിൽസിനെ അല്ല, നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത ഏറ്റവും ഇവരിലൊക്കെ വെച്ച് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള കൈകേയിയോടാണ് താല്പര്യം, വിഷയത്തിനോട് താല്പര്യം. ഇനി അതിബുദ്ധിമതി ആയതുകൊണ്ട് എല്ലാവരോടും ഒരേപോലെ പെരുമാറുന്ന ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ഒരു ഭാര്യ കൂടിയുണ്ട്, സുമിത്ര. അതുകൊണ്ടാണ് സുമിത്രാവാക്യം രാമായണത്തിൻ്റെ എസെൻസ് ആവുന്നത്. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവിം വിദ്ധി യഥാസുഖം. വരരുചിയുടെ പറയവറ്റ പന്തിരുവരെ ഉണ്ടാവാൻ ഇടയായ കാരണം തന്നെ ഈ ശ്ലോകമാണ്. ഈ ഒറ്റ ശ്ലോകം രാമായണ. ഈ ശ്ലോകം ചൊല്ലിയ രാമായണം ചൊല്ലിയതിനും തുല്യായി. വനത്തിലേക്ക് പോകുന്ന മകൻ്റെ അടുത്ത് സുമിത്ര പറഞ്ഞു കൊടുക്കുന്നതാണ്, രാമനെ ദശരഥനായി കാണ്, എന്നെ സീതയായിട്ട് കാണുക, അയോധ്യ കാടായിട്ട് കണ്ടാൽ മതി, അല്ലെങ്കിൽ കാടിനെ അയോധ്യയായിട്ട് കണ്ട നീ സുഖമായിട്ട് പോയിട്ട് വന്ന. രാമായണത്തിൻ്റെ അർത്ഥം മുഴുവൻ അതിൽ വന്നു കഴിയും. അങ്ങനെ കാട്ടിലേക്ക് അയക്കും. രാമായണത്തിൽ മുഖ്യമായിട്ട് പല ആയിരക്കണക്കിന് രാമായണങ്ങളുണ്ട്. ആയിരക്കണക്കിനെന്ന് പറഞ്ഞാൽ മലേഷ്യൻ സേരി രാമായണ ഒക്കെ പോലുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്. മലേഷ്യക്കാർക്കൊക്കെ രാമായണമുണ്ട്, ഇന്തോനേഷ്യക്കാർക്ക് രാമായണമുണ്ട്, അനവധി രാമായണങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും ആനന്ദദായകമായിട്ടുള്ള രാമായണം എന്ന് പറഞ്ഞാൽ ഈ അധ്യാത്മരാമായണവും അതേപോലെ തന്നെ യോഗവാസിഷ്ഠ രാമായണവും. യോഗവാസിഷ്ഠത്തിൽ പിന്നെ തത്വാർത്ഥമാണ്. അങ്ങനെ രാമനെ വസിഷ്ഠ മഹർഷി ഇത് പഠിപ്പിക്കുന്ന എന്താ പറയുക, ബ്രഹ്മവിദ്യ പഠിപ്പിക്കുന്ന. ഞാൻ കഴിഞ്ഞ പ്രഹ്ലാദം പറയുമ്പോഴായിട്ട് ഞാൻ യോഗവാസിഷ്ഠം പറഞ്ഞില്ലേ കുറച്ച് നേരത്തെ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഇപ്പോൾ. അപ്പം ഈ യോഗവാസിഷ്ഠ രാമായണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിധത്തിൽ വേണം നമ്മൾ രാമായണത്തിനെ നോക്കിക്കാണാൻ. ഇനി കുറച്ച് കഴിയുമ്പോൾ കാട്ടിലേക്ക് പോകുമ്പോൾ ഗംഗ ജ്ഞാനരൂപിണിയാണ്. ഈ ഗംഗയെ കടക്കണമെങ്കിൽ നമുക്കൊരു കഴിവ് വേണം. അതാണ് ഗുഹൻ. ആരാ ഗുഹൻ? ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം. ആ വാക്കിലൊരു സംഭവം കിടപ്പുണ്ട്. ഞാൻ 1-ാം ദിവസം സനകാദികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിലെ സനത് കുമാരൻ സുബ്രഹ്മണ്യൻ്റെ ചൈതന്യമാണ്. അതേപോലെ ഈ ഗുഹൻ സുബ്രഹ്മണ്യൻ്റെ ചൈതന്യമാണ്. സുബ്രഹ്മണ്യൻ അറിയാനുള്ള ആകാംക്ഷയാണ്. അതുകൊണ്ടാണ് ജ്ഞാനപ്പഴം തേടി ലോകം മുഴുവൻ പോയത്. ജ്ഞാനപ്പഴം കിട്ടാൻ, അറിവ് സമ്പാദിക്കാൻ ലോകം മുഴുവൻ പോകാൻ കാരണം അതാണ്. ഇതൊക്കെ എങ്ങനെ കിടക്കണമെന്ന് നോക്കൂ. ഈ ഗുഹൻ ശരിക്കും മുരുകൻ്റെ ചൈതന്യമാണ്. ആ കൺസെപ്റ്റാണ്. അപ്പം ജിജ്ഞാസ, ക്യൂരിയോസിറ്റി ഇൻ പോസിറ്റീവ് സെൻസ്. ബ്രഹ്മജിജ്ഞാസ അതോ ബ്രഹ്മജിജ്ഞാസ, ബ്രഹ്മസൂത്രത്തിൻ്റെ 1-ാമത്തെ. ബ്രഹ്മത്തെ അറിയണമെങ്കിൽ ആദ്യം ജിജ്ഞാസ ഉണ്ടാവണം. ആ ജിജ്ഞാസ ഗുഹന. ആ ഗുഹനെ വഴി കടത്തി വിടാൻ പറ്റുള്ളൂ. പിന്നീട് രാമൻ അവിടെ കടന്നു പോയതിന് ശേഷം ഭരതൻ ആരെയാ വന്ന് കെട്ടിപ്പിടിച്ച് ആദ്യം സംശയിക്കും, ഇവൻ കുഴപ്പക്കാരനാണോ രാമനെ. അങ്ങനെ ഗുഹൻ ആർമിയോട് പറയും ഭരതനെ എതിരിടാൻ തയ്യാറാവണമെന്ന്. പക്ഷെ ഭരതൻ്റെ ആ നിഷ്കളങ്കത കണ്ടിട്ട് ഗുഹൻ ഭരതനെ ആദരിക്കുകയാണ് ചെയ്യുന്നത്. ജിജ്ഞാസയ്ക്ക് ആദ്യം വൈരാഗ്യത്തിനെ സംശയിക്കും, വൈരാഗ്യത്തിനെ ആദ്യം അംഗീകരിക്കില്ല. പിന്നെയാണ് വൈരാഗ്യത്തിൻ്റെ മെറിറ്റ്
ജിജ്ഞാസയ്ക്ക് മനസ്സിലാവുക. അങ്ങനെ ഈ ക്രമത്തിൽ നമ്മൾ നോക്കി പോയി കഴിഞ്ഞാൽ ഓരോ ആശ്രമങ്ങൾ കിടക്കുന്നത്, അത്രിയുടെ ആശ്രമത്തിൽ ചെല്ലുമ്പോൾ ത്രിഗുണങ്ങളെ മറികടന്നവനാണ് അത്രി. ബ്രഹ്മജ്ഞാനം അവിടേക്ക് പ്രവേശിക്കുകയാണ് സ്വസ്വരൂപത്തിൻ്റെ ശക്തിയോട് കൂടിയിട്ട്. ഈ ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ വരും. ഭരദ്വാജാശ്രമം ഇതൊക്കെ കടന്ന് നമ്മൾ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ശൂർപ്പണഖ എന്ന് പറയുന്ന മായാരൂപയുടെ വരവ് വരുന്നത്. ഈ ശൂർപ്പണഖയുടെ വരവ് വന്ന് വിവേകമാണ് മായയെ വെട്ടുക, മൂക്കും മലയും ഛേദിച്ച് വിടണത് വിവേകമാണ്, രാമനല്ല ശൂർപ്പണഖ അംഗഭംഗം വരുത്തുന്നത്. അവൾ മായ അപ്പോൾ എന്താ ചെയ്യുക, അഹങ്കാരത്തിനോട് പോയിട്ട് കുത്തും. അപ്പോൾ അഹങ്കാരത്തിൻ്റെ അടുത്ത് സീത സ്വസ്വരൂപ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഉപാസകരായിട്ട് മാറാൻ പല ആൾക്കാരും നടക്കും. അതായത് ഭയങ്കര അഹങ്കാരമുള്ള ചില ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം ഭയങ്കര മന്ത്രജപമൊക്കെ തുടങ്ങുന്നതാണ്. എന്തിനാ അവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് കൂടുതൽ ശക്തി ആർജിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അവർക്ക് ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയിട്ടല്ല. അവർ ഓൾറെഡി മറ്റുള്ളവരുടെ മേലെ അതീശത്വം കാണിക്കുന്നുണ്ട്, അത് കൂടുതൽ അവർക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യും. രാവണൻ സീതയെ ആഗ്രഹിക്കുന്നത് ഇതേ കോണ്ടെക്സ്റ്റിലാണ്. സ്വസ്വരൂപ ശക്തിയെ തൻ്റെ ഭാഗത്തേക്ക് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തനിക്കിനിയും പവർ ഉണ്ടാവാം എന്നുള്ള രീതിയിലാണ് രാവണനെ അവിടെ വന്നത്. അപ്പോൾ രാവണൻ ശരിക്ക് ഈ ജയവിജയന്മാരിൽ എപ്പോഴും ജയൻ അഹങ്കാര, വിജയൻ എപ്പോഴും മമതയാണ്. കുംഭകർണൻ മമതയാണ്, ഏട്ടനോടുള്ള അറ്റാച്ച്മെൻറ്റ് കൊണ്ട് പാവം ഈ തെറ്റായ വശത്ത് നിന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം. അതുകൊണ്ടാണല്ലോ രാമബാണത്തിന് ഇത്ര സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ദന്തഭക്തറിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അവിടെ മമതയാണ്, ശിശുപാലനോടുള്ള അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ എപ്പോഴും മമതയാണ് കളിക്കുന്നത്. ഈ രാവണൻ്റെ മരണം എത്തുമ്പോൾ ഉള്ളൊരു വിഷയമുണ്ട്. അതിലേക്ക് ഞാൻ വരണതിന് മുമ്പ് ഈ ഹനുമാൻ്റെ കാര്യമുണ്ട്. ഹനുമാൻ മനസ്സാണ്, ഞാനെപ്പോഴും പറയുന്നത് അൺടൈംഡ് ആയിട്ടുള്ള മനസ്സാണ്. ആ മനസ്സിന് പർപ്പസ് കിട്ടണമെങ്കിൽ ഈശ്വരൻ എന്നുള്ള ലക്ഷ്യം വരണം. ഈശ്വരന് വേണ്ടിയിട്ടൊരു ജീവിതമാണ് എൻ്റെ എന്ന് മനസ്സിലാക്കുന്ന നിമിഷം അത് തൻ്റെ സ്വശക്തി തിരിച്ചറിയും. അപ്പോൾ അതിന് സംസാരസാഗരം ചാടിക്കടക്കാൻ സാധിക്കും വളരെ എളുപ്പത്തിൽ. അതിന് ഒരു ഗുരുസ്ഥാനീയൻ്റെ സഹായം ആവശ്യമാണ്. അനവധി കാലത്ത് അനുഭവ പരിചയമുള്ള ഒരാളായിരിക്കുന്നത്. അതാണ് ജാമ്പവാൻ. അംഗദൻ, ബാലി, സുഗ്രീവൻ, ഇവർക്കൊക്കെ തത്വാർത്ഥമുണ്ട്. സുഗ്രീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല കഴുത്തുള്ളവൻ എന്നർത്ഥം. ഏറ്റവും നല്ല കഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ കഴുത്ത് കാണണമെങ്കിൽ ഇങ്ങനെ ഇരുന്നാൽ കാണില്ല, ഇങ്ങനെ ഇരിക്കണം. ശ്രദ്ധയോട് കൂടിയിട്ട് ഇരുന്നാലേ ഒരു കാര്യം അറിയാൻ ഉത്കണ്ഠ എന്ന് നമ്മൾ പറയും. ഉയർന്ന കഴുത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മൾ ഇന്നത് നെഗറ്റീവ് അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഉത്സവം, കഴുത്തിൽ അമൃത് കുണ്ഡലിനി കയറിയിട്ട് കഴുത്തിൻ്റെ മുകളിലേക്ക് വരുന്നതാണ് ഉത്സവം. കുണ്ഡലിനി കയറി ഉണ്ട്. അതുകൊണ്ടാണ് നെഞ്ച് വരെ വരും. സന്തോഷം വന്നാലും കാമപൂർത്തീകരണത്തിനും ഒക്കെ നെഞ്ച് വരെയാണ് വരിക. അതിനെ ഇവിടം വരെ എത്തുന്ന കുണ്ഡലിനെ ഭഗവാനെ ഇവിടേക്ക് ആക്കിത്താന്നാണ് ഈ തൊട്ടുതല വെക്കുന്നത്. അല്ലാണ്ട് ഇതല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ തൊട്ട് ഇവിടെ. നമ്മളിപ്പോൾ കഥകളിയിലൊക്കെ കിരീടധാരണം ചെയ്യുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ കാണാം, ഇങ്ങനെയാണ് വയ്ക്കുക. രണ്ട് കൈ കൊണ്ടും ആ കുണ്ഡലിനെ ഇവിടേക്ക് എത്തിക്കണേ ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്, ഹൃദയത്തുനിന്ന് ഇവിടേക്ക്. അപ്പോൾ ഹനുമാൻ്റെ ഭാഗം തന്നെ പറഞ്ഞാൽ അനവധി പറയാനുണ്ട്. അതേപോലെ തന്നെ സുരസ, ലങ്കാലക്ഷ്മി, ഓരോന്നിനും തത്വാർത്ഥമാണ്. ലങ്കയ്ക്ക് തന്നെ തത്വാർത്ഥമാണ്. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം തിരിച്ചു വന്ന് പട്ടാഭിഷേകത്തിൻ്റെ വരെ വന്നിട്ടാണ് 10ാമത്തെ അധ്യായത്തിൽ അവസാനിക്കുന്നത്. ആ 10ാമത്തെ അധ്യായം അവസാനിക്കുന്ന സമയത്ത് പട്ടാഭിഷേകത്തിന് തിരിച്ചെത്തുന്ന രാമൻ തൻ്റെ ജട അഴിച്ച് ആദ്യമായിട്ട് അദ്ദേഹം ജലത്തിൽ എണ്ണ തേച്ച് കുളി, അഭ്യംഗമൊക്കെ സ്നാനത്തിനൊക്കെ പറയുന്നുണ്ട് വേറെ രാമായണങ്ങളിൽ. അതിൻ്റെ ഒരു സൂചന ഇവിടെയുണ്ട്. അതായത് ബ്രഹ്മജ്ഞാനം അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തുന്ന സമയത്ത് പിന്നെ വ്രതത്തിൻ്റെ ആവശ്യമില്ല. അത് സ്വയം കിരീടം ചൂടി രാജാവായി ചക്രവർത്തിയായി തീരും. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ മുകളിലേക്ക് ഇനി വേറെ എവിടെയും പോലെ. അപ്പം ശ്രീരാമ പട്ടാഭിഷേകം എന്ന് പറഞ്ഞാൽ ഒരു ജ്ഞാനാന്വേഷി, ജ്ഞാനിയായി മാറുന്നതിൻ്റെ മഹോത്സവമാണ്. ഞാൻ പറഞ്ഞല്ലോ, ബ്രഹ്മാകാര വൃത്തി ബ്രഹ്മത്തിൽ ലയിക്കുന്നതാണ് രുക്മിണി കല്യാണം എന്നുണ്ടെങ്കിൽ ശ്രീരാമ പട്ടാഭിഷേകം അതേ സിംബോളിക്കായിട്ടുള്ള ഒരു കഥാഭാഗമാണ്. അപ്പം ഈ കഥയിൽ 10ാമത്തെ ചാപ്റ്ററിൽ ഘട്വാങ്കൻ്റെ വംശത്തെ പറഞ്ഞിട്ട് ഇക്ഷ്വാകുവിൻ്റെ വംശം പറഞ്ഞു തുടങ്ങും. അതിൽ ഘട്വാങ്കൻ എന്ന് പറഞ്ഞ രാജാവുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ദീർഘബാഹു എന്ന് പറഞ്ഞൊരു മകൻ, അദ്ദേഹത്തിൻ്റെ മകനായിട്ട് രഘു ജനിക്കുന്നു. ആ രഘുവിൻ്റെ വംശത്തിൻ്റെ കഥയാണ് കാളിദാസൻ രഘുവംശമായിട്ട് എഴുതി വെച്ചത്. ആ രഘുവിൻ്റെ പുത്രൻ അജൻ, അജൻ്റെ പുത്രൻ നിമി എന്ന് പേരുള്ള ദശരഥൻ. 10 ദിക്കിലേക്കും തേര് തെളിക്കാൻ, ഒരേ സമയം തേര് തെളിക്കാൻ കഴിവുള്ളതുകൊണ്ട് ദശരഥൻ. ആ ദശരഥൻ്റെ മൂത്ത പുത്രനായിട്ട് ശ്രീരാമസ്വാമി, അദ്ദേഹത്തിന് സഹോദരങ്ങളായിട്ട് ഇവരൊക്കെ ജനിച്ചു. ഭരത ശത്രുഘ്നാദികൾ, ലക്ഷ്മണ ശത്രുഘ്നാദികളൊക്കെ ജനിച്ചു. ഈ രാമൻ വിശ്വാമിത്രൻ്റെ യജ്ഞം
പ്രൊട്ടക്റ്റ് ചെയ്തതും, മാരീചൻ എന്ന് പറയുന്ന മായാരൂപിയെ വധിച്ചതും, അതുപോലെ സുബാഹുവിനെ വധിച്ചതും, അതേമാതിരി സീതയുടെ സ്വയംവരം, ഇങ്ങനത്തെ അനവധി കാര്യങ്ങളും, പരശുരാമൻ എന്ന് പറഞ്ഞ ആവേശാവതാരത്തുനിന്ന് അവശേഷിച്ച വൈഷ്ണവ ചൈതന്യത്തിന് ഇങ്ങോട്ട് സ്വീകരിച്ചതും ഒക്കെ കാര്യമാത്ര പ്രസക്തമായിട്ട് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. കൂടുതൽ ഒന്നും വിസ്തരിക്കുന്നില്ല എവിടെയും. കൈകേയിയുടെ ഈ ശാഠ്യം പറയുന്നുണ്ട്, അതിനുശേഷം ശൂർപ്പണയുടെ കാര്യം പറയുന്നു. ഇതെല്ലാം ഈ സീതയുടെ അബ്ഡക്ഷൻ, ഇതെല്ലാം സാധാരണത്തെ പോലെ തന്നെ പറഞ്ഞ് വളരെ ചുരുക്കമായി പറഞ്ഞു ഒറ്റ അധ്യായം കൊണ്ട് രാമായണത്തിൻ്റെ പ്രധാന ഭാഗം കൊണ്ട് അവസാനിപ്പിക്കും. 11ാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ രാമായണത്തിൻ്റെ ശിഷ്ടഭാഗമാണ് പറഞ്ഞത്. ശരിക്കും അത് ഉത്തരരാമചരിതത്തിൽ, ഭവഭൂതര ഉത്തരരാമചരിതത്തിലൊക്കെ നമ്മൾ കാണുന്ന ഭാഗം. അതിൽ ഭഗവാൻ രാജ്യാഭിഷേകം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണോ സീതയുടെ ചാരിത്രത്തെക്കുറിച്ച് ഒരു സംശയം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടെന്നറിഞ്ഞ് സീതയെ ഉപേക്ഷിച്ച കഥ ശത്രുഘ്നൻ്റെ കൂടെ, അതായത് ശത്രുഘ്നൻ മധുരാനഗരം പണിത കഥയെ സൂചിപ്പിക്കുന്നു. അതായത് മധു എന്ന് പറയുന്ന രാക്ഷസൻ്റെ പുത്രനായിട്ടുള്ള, അസുരൻ്റെ പുത്രനായിട്ടുള്ള ലവണാസുരനെ വധിച്ച് ആ കാട് വെട്ടിത്തെളിച്ച് അവിടെ മധുരാപുരി സ്ഥാപിച്ചതും, പിന്നീട് ചന്ദ്രവംശത്തിൽ യദുവംശത്തിൽ കൃഷ്ണൻ ജനിക്കുന്നതും ആ നഗരത്തിലാണെന്നുള്ളൊരു സൂചന അവിടെ പറഞ്ഞു വയ്ക്കുന്നു. സീതയെ ഉപേക്ഷിക്കുന്നത് പറയണു. മാത്രമല്ല ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും ഒക്കെ പരാക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഭരതൻ എങ്ങനെ ഗന്ധർവന്മാരെ ഗാന്ധാരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഭാഗത്തേക്ക് പോയിട്ട് ഗാന്ധാരദേശം കീഴടക്കിയതും ഗന്ധർവന്മാരെ കീഴടക്കിയതൊക്കെ പറയണു. ശത്രുഘ്നൻ എങ്ങനെയാണ് ഈ അയോധ്യയുടെ സമീപ പ്രദേശങ്ങളിലുള്ള പട്ടണങ്ങളൊക്കെ കീഴടക്കിയതെന്ന് പറയണു. ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് സീതയുടെ ഉപേക്ഷയും കൂടെ പറഞ്ഞതിന് ശേഷം ഭഗവാൻ 13,000 വർഷം ഭൂമി ഭരിച്ചു, ഭൂമണ്ഡലം ഭരിച്ചു എന്ന് പറയണു. നിറഞ്ഞ ദുഃഖത്തോടു കൂടിയിട്ട് ഭരിച്ചു എന്നാണ്. സീതയെ പിരിഞ്ഞതിൽ ഒരു സന്തോഷവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു പേഴ്സണൽ സാക്രിഫൈസാണ് ചെയ്തത്. അതായത് ലൗകികത്തിൽ ഇരിക്കുന്ന സമയത്ത് സ്വരൂപഗ്രാഹ്യ ശേഷിയെ എടുത്തിട്ട് ഷെൽഫിൽ വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് രാമന് ബ്രഹ്മജ്ഞാനിയായിട്ടും പരമഹംസനായിട്ടും ആ സ്വരൂപത്തിനെ ലഭിക്കാനുള്ള ശക്തിയെ ഉപേക്ഷിക്കേണ്ടി വന്നത്. കാരണം ലൗകികത്തിലാണ് ഇരിക്കുന്നത്. ലൗകികത്തിലിരിക്കുമ്പോൾ പ്രജകൾ എന്ന് പറയുന്ന ആ വിഷയവാസനകളുടെ നടുക്കിരുന്നിട്ട് അവരെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് കിട്ടിയിട്ടുള്ള ബ്രഹ്മജ്ഞാനത്തിനെ ഭഗവാൻ ഉപേക്ഷിച്ചു. അപ്പോൾ എത്ര വലിയ ത്യാഗമാണ് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയാണ് മഹാത്മാക്കൾ. ഇവർ വീണ്ടും ഭൂമിയിൽ ജനിച്ചു വരും. ഇവർക്ക് മോക്ഷം കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ പറയും മോക്ഷം കിട്ടിയാൽ പിന്നെ ജനിക്കില്ല എന്ന്. പക്ഷേ ചില മഹാത്മാക്കൾ അങ്ങനെയല്ല. ഈ സഹജീവികളുടെ ദുഃഖവും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കണ്ട് ജന്മമെടുത്ത് വീണ്ടും ഭൂമിയിൽ വന്ന് നമ്മളെപ്പോലെ കടന്ന് കഷ്ടപ്പെട്ട് നരകിച്ച് എല്ലാ ദുഃഖങ്ങളും അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ടാക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാഠം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഭട്ടതിരി ഈ 35ാമത്തെ ദശകത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, സ്വയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർനിരാഗസ്ത്യജനമപി ഭവേത് കാമധർമാർത്തിസത്യ നോ ചേൽ സ്വാത്മാനുഭൂതേ കുനുതവ മനസോ വിക്രിയാ ചക്രപാണേ സത്വം സത്വൈകമൂർത്തേ ഭവനപുരപദേ വ്യാധുനു വ്യാധിതാവാൻ. ഭഗവാനെ, ഈ ലോകത്തിന് ഇന്നേവരുണ്ടായിട്ടുള്ള ഒരു പുരുഷാകാരം നീ പൂണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അവതാരം ഈ രാമാവതാരം തന്നെയാണ്. അത് ഒരു സംശയമില്ല ഗുരുവായൂരപ്പ. പക്ഷേ നീ ഇതെടുത്തത് എന്തിനാന്ന് എനിക്കറിയാം. കുറച്ച് കളിയാക്കിയിട്ടാണ് പറയണത്. മമതയും ധർമ്മത്തിനോടും, പ്രണയം, കാമം, ധർമ്മം, ഇത് രണ്ടും, അതായത് സ്നേഹം, വ്യക്തിയോടുള്ള സ്നേഹം, അതേമാതിരി ധർമ്മത്തിനോടുള്ള ഓവർ അറ്റാച്ച്മെൻറ്റ്, ഞാൻ ധർമ്മം മാത്രമേ ചെയ്യുള്ളൂ എന്ന്, ഇത് രണ്ടും അധികമായാൽ ഒരു മനുഷ്യൻ എത്രത്തോളം ദുഃഖിക്കേണ്ടി വരുമെന്ന് കാണിച്ചു തരാനല്ലേ നീ ഈ വേഷം കെട്ടിയിട്ട് ഈ ഭൂമിയിൽ നടന്നതെന്ന്. ഇതേ അർത്ഥത്തിൽ ഭാഗവതത്തിലൊരു ശ്ലോകം വരും. സ്ത്രീയാകണ മായയിൽ കുടുങ്ങിയത് കൊണ്ട് ദുഃഖമാകണ കാട്ടിൽ രാമൻ അലഞ്ഞു എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു ശ്ലോകം വരുന്നുണ്ട്. ശുകമഹർഷി പറയുന്നുണ്ട്. അപ്പോൾ വിഷയാസക്തിയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനത്തിൻ്റെ അവസ്ഥയെന്ന് പോയി നമ്മൾ ദുഃഖം അനുഭവിക്കുന്ന രാമായണം ഒരിക്കൽ കൂടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിനുശേഷം തിരുമേനി വായിച്ച 2 അധ്യായങ്ങളുടെ ചുരുക്കം കൂടെ പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. ഒരുപാടൊന്നുമില്ല, 2 മിനിറ്റും കൂടെ വരുള്ളൂ. അതിനുശേഷം കുശനെ രാജാവാക്കി ഭഗവാന്റെ സ്വർഗാരോഹണം പറയുന്നു. അത് വളരെ വിസ്തരിച്ച് വായിച്ചു. ആ ഭാഗമൊക്കെ ഭഗവാൻ അയോധ്യയിലെ സകല ജനങ്ങളെയും വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ലക്ഷ്മണനാണ് ആദ്യം പോകുന്നത്. ആ കഥയൊക്കെ നമുക്കറിയാം. അതൊന്നും ഭാഗവതത്തിൽ പറയുന്നില്ല, ചുരുക്കിയേ പറയുള്ളൂ. ഇക്ഷ്വാകുവിൻ്റെ വംശം പിന്നെ എങ്ങനെ പോയി, കുശനിൽ കൂടെ, ഭഗവാന്റെ പുത്രനായിട്ടുള്ള കുശനിൽ കൂടെ എങ്ങനെ പോയി, സുമിത്രൻ വരെ
സൂര്യവംശത്തിലെ അവസാനത്തെ രാജാവ് സുമിത്രൻ എന്നാണ് അയാളുടെ പേര്. കുശൻ്റെ ശേഷം പിന്നെ വന്ന മഹാത്മാക്കളായിട്ടുള്ള രാജാക്കന്മാർ അതിഥി, നിഷാദൻ, നാഭൻ, പുണ്ഡരീകൻ, ക്ഷേമധന്വൻ, ദേവനീകൻ, അനീഹൻ എന്നിങ്ങനെ പറഞ്ഞ് വജ്രാഭൻ എന്ന് വരെ വരുന്നു. ആ വജ്രനാഭൻ എന്നും ഫർദർ പിന്നെയും പോകുന്നു. അങ്ങനെ അവസാനം ഈ സുമിത്രൻ എന്ന് പറയുന്ന കലിയുഗത്തിലെ രാജാവായിരുന്നു അത്ര, സൂര്യവംശത്തിലെ അവസാനത്തെ രാജാവ്. അത് പറഞ്ഞ് ആ വംശം, ഇക്ഷ്വാകുവിൻ്റെ വംശം അതോടുകൂടി അവസാനിച്ചു എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിക്കണം. അതിനുശേഷം നിമി എന്ന് പറയുന്ന രാജാവിൻ്റെ ഇക്ഷ്വാകുവിൻ്റെ രണ്ടാമത്തെ പുത്രനായിട്ടുള്ള, ആദ്യത്തെ പുത്രൻ്റെ ഘട്വാങ്കൻ്റെ വംശമാണ് ശ്രീരാമസ്വാമിയുടെയൊക്കെ വന്നത്. ഇക്ഷ്വാകുവിൻ്റെ രണ്ടാമത്തെ പുത്രനായിട്ടുള്ള നിമിയുടെ കഥ പറയണു. ആ നിമിയാണ് ജനകൻ്റെ വംശം, സീത ജനിച്ച വംശം, മിഥിലാവംശം സ്ഥാപിച്ചത്. അവിടുത്തെ കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വസിഷ്ഠനെ പുരോഹിതനാക്കിയിട്ട് നിമി ഒരു യാഗം നിശ്ചയിച്ചു. പക്ഷെ വസിഷ്ഠൻ സമയത്തിന് വന്നില്ല. അതുകൊണ്ട് നിമി വേറെ ആൾക്കാരെ വെച്ചിട്ട് അത് ചെയ്തു. വസിഷ്ഠൻ വന്നിട്ട് ദേഷ്യത്തിൽ പറഞ്ഞു, നിൻ്റെ ശരീരം പതിക്കട്ടെ പറഞ്ഞു. എന്നാൽ നിൻ്റെ ശരീരവും പതിക്കട്ടെ പറഞ്ഞിട്ട് തിരിച്ചും ശപിച്ചു. വസിഷ്ഠൻ്റെ ശരീരം പോയി. അദ്ദേഹം മൈത്രാവരണന്മാരുടെ പുത്രനായിട്ടാണ് പിന്നെ ജനിച്ചത്. പക്ഷെ നിമി തീരുമാനിച്ചു, എൻ്റെ ശരീരം എന്തായാലും പോയി, എനിക്കിനി ശരീരം വേണ്ട, ശരീരമില്ലാതെ ജീവിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മുടെയൊക്കെ ഇമവെട്ടലിൽ സ്ഥാനം കൊടുത്തു അത്രേ. അതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. കണ്ണടച്ച് തുറക്കില്ലേ നമ്മൾ, അതിലാണ് അത്ര നിമി ഇരിക്കുന്നത്. അതാണ് നിമിഷം എന്ന് പറയുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ പറയും, ആക്ടറുടെ കണ്ണടഞ്ഞു തുടങ്ങണേൽ കട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഥയ്ക്ക് ഫ്ലോ ഉണ്ടാവും തോന്നുന്നു. വാൾട്ടർ മർച്ച് എന്ന് പറഞ്ഞിട്ട് ഗോഡ് ഫാദറൊക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ളൊരു ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധ പുസ്തകം തന്നെയാണ് ഇൻ ദ ബ്ലിങ്ക് ഓഫ് എൻ ഐ. ആ പുസ്തകത്തിൻ്റെ പേരാണ്, അത് എഡിറ്റിങ്ങിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക്, അത് സിനിമ പഠിക്കുന്ന കുട്ടികൾക്ക്. അപ്പം നിമിയെ ഞാൻ എപ്പോഴും ഇൻ ദ ബ്ലിങ്ക് ഓഫ് എൻ ഐ കാണുമ്പോൾ നിമിയെ ഓർക്കാറുണ്ട്, ഈ കണ്ണടച്ച് തുറക്കും. കാരണം നമ്മളൊരു ആശയം നമുക്ക് കിട്ടുമ്പോൾ അതിൽ നമ്മളൊരു സെൻറ്റൻസിൽ കോമ ഇടുന്ന പോലെയാണ് ഓരോ തവണ കണ്ണടച്ച് തുറക്കണം. ഒരു ക്വാണ്ടം ഓഫ് ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ കണ്ണടച്ച് തുറക്കും, അടുത്ത കണ്ണടച്ച് തുറക്കും, അടുത്ത ദേവന്മാർക്ക് കണ്ണടയ്ക്കലില്ല. അതുകൊണ്ടാണ് ചവനനെ അശ്വിനി ദേവന്മാർ വെള്ളത്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ സുകന്യയ്ക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. ഒരാൾ മാത്രം കണ്ണടയ്ക്കണം, അതാണ് ഭർത്താവ് എന്ന് ഉറപ്പിച്ചു. നളനെ തിരിച്ചറിഞ്ഞതും അങ്ങനെയാണ്, ദമയന്തി. അപ്പോൾ ഈ നിമി അവിടെ കണ്ണുകളിൽ ഇരിക്കണമെന്നാണ് പറയണത്. അതിനുശേഷം നിമിയുടെ ശരീരത്തിന് ഒരു എന്താ പറയുക, നമ്മൾ വേനൻ്റെ ശരീരം കടഞ്ഞ് പൃഥുവിനെ എടുത്ത പോലെ ഋഷിമാർ നിമിയുടെ ശരീരത്തിനെ കടഞ്ഞു. നിമി കളഞ്ഞു പോയ ശരീരത്തിനെ, അത് കടഞ്ഞപ്പോഴാണ് അത്ര ആദ്യത്തെ പുത്രൻ ജനകൻ ജനിച്ചത്. അവനെ വൈദേഹൻ എന്നും പറയും. എന്താ വെച്ചാൽ ദേഹമില്ലാത്തവൻ, വിദേഹൻ. അതാണ് വിദേഹം എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അർത്ഥം, ശരീരമില്ലാത്ത ആളുടെ അതിൽ നിന്നുണ്ടായവൻ. അപ്പോൾ വിദേഹൻ, ആ വൈദേഹൻ, മാത്രമല്ല ആ രാജ്യത്തിന് മിഥില എന്നും പേര് വന്നു. മിഥില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഥനം ചെയ്തത്, കടഞ്ഞ സ്ഥലം. അങ്ങനെ ആ വംശത്തിൻ്റെ കഥ. നിമിയുടെ പുത്രൻ ആദ്യത്തെ ജനകൻ ഉദാവസു. അങ്ങനെ വന്ന് ഈ സീരധ്വജൻ എന്ന് പേരുള്ള സീതയുടെ അച്ഛൻ, അതിനുശേഷം കുശധ്വജൻ, ധർമ്മധ്വജൻ. അതിൽ കുശധ്വജൻ്റെ പുത്രിയാണ് ഊർമിള. അങ്ങനെ ധർമ്മധ്വജൻ, കേശിധ്വജൻ എന്നൊക്കെ പറഞ്ഞ് പിന്നെയും അനവധി കാല തലമുറ പോയി. അവസാനം കൃതി എന്ന് പറയുന്ന സന്യാസിയെ പോലെ ഒരു രാജർഷിയായിട്ടുള്ള ഒരു മഹാത്മാവായിട്ടുള്ള ഈ ജനകന്മാരൊക്കെ മിടുമിടുക്കന്മാരായിരുന്നു. ഇതിൽ ആദ്യത്തെ ജനകനാണ് ഭഗവാൻ തൻ്റെ വില്ലു കൊടുത്തത്, മഹാദേവൻ. അതാണ് തലമുറകളോളം സീരധ്വജൻ്റെ കാലം വരെ സൂക്ഷിച്ചത്. ഈ സീരധ്വജനാണ് സീതയുടെ അച്ഛൻ. അങ്ങനെ 54 രാജാക്കന്മാരുടെ തലമുറകൾ കടന്നുപോയത് പറഞ്ഞ് നിമിയുടെ വംശചരിത്രവും പറഞ്ഞ് അവസാനിപ്പിക്കണം. നാളെ നമ്മൾ ബാക്കി തുടരുന്നതാണ്. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമ. നാരായണ നാരായണ നാരായണ. സ്വാമി ശരണമയ്യപ്പ.